എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ലക്ഷ്മി എസ് മേനോൻ. മ്യൂസിക് ട്യൂട്ടോറിയലിൻ്റെ 24ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ അലങ്കാരങ്ങൾ, സപ്തതാള അലങ്കാരങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സപ്തതാള അലങ്കാരങ്ങളിൽ രണ്ടാമത്തെ താളമായ ചതുരസ്രജാതി മഠ്യതാളമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ധ്രുവതാളം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മഠ്യതാളം എങ്ങനെയാണ് പാടുന്നതെന്ന് നോക്കാം. മഠ്യതാളം ചതുരസ്രജാതിയാണ്. ത ക ധി മി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താളത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് എല്ലാവരും ശ്രദ്ധാപൂർവം കണ്ടു നോക്കുക. അതിനകത്ത് എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മഠ്യതാളത്തിൻ്റെ അംഗസംജ്ഞ ലഘു, ദ്രുതം, ലഘു. അതിൻ്റെ അക്ഷരകാലം 4 + 2 + 4 = 10. 10 അക്ഷരകാലമാണ് ചതുരസ്രജാതി മഠ്യതാളത്തിൽ വരുന്നത്. നമുക്കത് എങ്ങനെയാണ് പാടുന്നതെന്ന് ഒന്ന് നോക്കാം. സരി ഗരി സരി സരി ഗ മ സരി ഗരി സരി സരി ഗ മ രി ഗ മ ഗ രി ഗ രി ഗ മ പ രി ഗ മ ഗ രി ഗ രി ഗ മ പ ഗ മ പ മ ഗ മ ഗ മ പ ധ ഗ മ പ മ ഗ മ ഗ മ പ ധ മ പ ധ പ മ പ മ പ ധ നി മ പ ധ പ മ പ മ പ ധ നി പ ധ നി ധ പ ധ പ ധ നി സ പ ധ നി ധ പ ധ പ ധ നി സ സ നി ധ നി സ നി സ നി ധ പ സ നി ധ നി സ നി സ നി ധ പ നി ധ പ ധ നി ധ നി ധ പ മ നി ധ പ ധ നി ധ നി ധ പ മ ധ പ മ പ ധ പ ധ പ മ ഗ ധ പ മ പ ധ പ ധ പ മ ഗ പ മ ഗ മ പ മ പ മ ഗ രി പ മ ഗ മ പ മ പ മ ഗ രി മ ഗ രി ഗ മ ഗ മ ഗ രി സ മ ഗ രി ഗ മ ഗ മ ഗ രി സ. ഇതിൻ്റെ താളമിടുന്നത് അടി 1 2 3 അടി വീച്ച് അടി 1 2 3 അടി 1 2 3 ഇങ്ങനെ വിരൽ എണ്ണുന്നതിനെയാണ് ലഘു എന്ന് പറയുന്നത്. ലഘുവിൻ്റെ സിമ്പലാണ് ഒരു വര, ഒരു ചെറിയ ഒരു ബാർ. അതാണ് ലഘു. ആ ലഘുവിൻ്റെ താഴെ 4 എന്ന് എഴുതിയിരിക്കുന്നത് 4 അക്ഷരകാലം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലഘുവിൻ്റെ താഴെ 4 എന്ന് എഴുതിയിരിക്കുന്നത് ലഘു. ലഘു 4 അക്ഷരം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഒരു 0 ഇട്ടിരിക്കുന്നത്, അത് ദ്രുതം എന്നാണ് പറയുന്നത്. ദ്രുതം അത് അടി വീച്ച്, ഇതാണ് ദ്രുതം. ആ ദ്രുതത്തിൻ്റെ അക്ഷരം ആണ്, ദ്രുതത്തിൻ്റെ സിമ്പൽ ആണ് ആ 0 ഇട്ടിരിക്കുന്നത്. അപ്പോൾ ലഘു ഒരു വര, ദ്രുതം എന്നാൽ 0.
അതിൻ്റെ അംഗസംജ്ഞ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. അതൊന്ന് മനസ്സിലാക്കി തന്നതാണ്. അതായത് ഒരു ലഘു, ഒരു ദ്രുതം, ഒരു ലഘു. അപ്പം 4. ദ്രുതത്തിൻ്റെ അക്ഷരകാലം 2 അതിൻ്റെ ദ്രുതത്തിൻ്റെ അടിയിൽ 2 എന്നിടാറില്ല. ലഘു 4, ദ്രുതം അക്ഷരകാലം 2, പിന്നീടുള്ള ലഘുവിന് അക്ഷരകാലം 4. അങ്ങനെ 4 + 2 + 4 = 10. അങ്ങനെയാണ് 10 അക്ഷരകാലം അതിൽ വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് താളമിട്ട് ഒന്ന് പാടി നോക്കാം. സരി ഗരി സരി സരി ഗമ സരി ഗരി സരി സരി ഗമ രി ഗമ ഗരി ഗരി ഗമ പ രി ഗമ ഗരി ഗരി ഗമ പ ഗമ പ മ ഗമ ഗമ പ ധ ഗമ പ മ ഗമ ഗമ പ ധ മ പ ധ പ മ പ ധ നി മ പ ധ പ മ പ ധ നി പ ധ നി ധ പ ധ നി സ പ ധ നി ധ പ ധ നി സ സാ നി ധ നി സാ നി ധ പ സാ നി ധ നി സാ നി ധ പ നി ധ പ ധ നി ധ പ മ നി ധ പ ധ നി ധ പ മ ധ പ മ പ ധ പ മ ഗ ധ പ മ പ ധ പ മ ഗ പ മ ഗ മ പ മ ഗ രി പ മ ഗ മ പ മ ഗ രി മ ഗ രി ഗ മ ഗ രി സ മ ഗ രി ഗ മ ഗ രി ഒന്നുകൂടെ സരി ഗരി സരി സരി ഗ മ രി ഗ മ ഗരി ഗരി ഗ മ പ ഗ മ പ മ ഗ മ പ ധ മ പ ധ പ മ പ ധ നി പ ധ നി ധ പ ധ നി സ സാ നി ധ നി സാ നി ധ പ നി ധ പ ധ നി ധ പ മ ധ പ മ പ ധ പ മ ഗ പ മ ഗ മ പ മ ഗ രി മ ഗ രി ഗ മ ഗ രി സ. ഇതും 2, 3, 4 കാലങ്ങളിൽ പാടാവുന്നതാണ്. നമുക്കതൊന്ന് 2ാം കാലത്തിൽ പാടി നോക്കാം. സരി ഗരി സരി സരി ഗ മ രി ഗ മ ഗരി ഗരി ഗ മ പ ഗ മ പ മ ഗ മ പ ധ മ പ ധ പ മ പ ധ നി പ ധ നി ധ പ ധ നി സ സാ നി ധ നി സാ നി ധ പ നി ധ പ ധ നി ധ പ മ ധ പ മ പ ധ പ മ ഗ പ മ ഗ മ പ മ ഗ രി മ ഗ രി ഗ മ ഗ രി സ. 3, 4 കാലങ്ങളിൽ കൂടി പാടി നോക്കേണ്ടതാണ്.
മൂന്നാം കാലത്തിലാവുമ്പോൾ ഒരടിക്ക് 4 അക്ഷരവും 4ാം കാലത്തിലാവുമ്പോൾ ഒരടിക്ക് 8 അക്ഷരവുമാണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അകാരത്തിൽ പാടി പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. സ്ലോയിലും പാടണം, സ്പീഡിലും പാടി പ്രാക്ടീസ് ചെയ്യണം. പഠിപ്പിച്ച മഠ്യതാളം, ചതുരസ്രജാതി മഠ്യതാളം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും കൃത്യമായി തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം ഓർക്കുക. നന്ദി.